പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ കണ്ടൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഒരു പോസ്റ്റർ പിക്സൽ ലാബ് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ് സൈസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിഡ്ത്ത് 1080 കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് 1350 കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റേഷ്യോ നമ്മൾ 4:5 ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റ് റേഷ്യോ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലാണ് നമ്മളിപ്പോൾ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു അഡ്മിഷൻ പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു ക്ലീൻ കളർ ലുക്കാണ് കൊടുക്കേണ്ടത്. അപ്പം അത്ര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോസ്റ്ററുകളൊക്കെ കാണാറുണ്ട്, ഒരു ട്യൂഷൻ്റെ അഡ്മിഷൻ പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇമേജ് സാധാരണ പോസ്റ്ററുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം, സ്റ്റുഡൻസിൻ്റെ ഇമേജുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ല ഇനി ഇപ്പം ചില അഡ്മിഷൻ പോസ്റ്ററുകൾ അതാത് സ്കൂളിൽ നിന്ന് തന്നെയുള്ള കുട്ടികളെ വെച്ചൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയായാലും അത്തരത്തിലുള്ള ഒരു ഇമേജ് എടുക്കുക. ആ ഇമേജ് എടുത്തിട്ട് PNG ആയിട്ട് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം ഇമേജുകളൊക്കെ. ഇനി അതല്ല അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എറേസർ ആപ്പുകൾ ധാരാളമുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഇമേജിൻ്റെയാണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മേലെയുള്ള ഡൺ എന്നുള്ള ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം AI ഔട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ഡൺ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്മൂത്ത് ആക്കാനുണ്ട് ഓപ്ഷനുണ്ട്. ഇവിടെ സ്മൂത്ത് 0യിൽ നമുക്ക് ഒരു 2, 3 എന്നുള്ളതിനനുസരിച്ച് നമ്മളത് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എഡ്ജ് ഇങ്ങനെ വൃത്തിയായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആ വൈറ്റ് എഡ്ജിലുള്ള വൈറ്റൊക്കെ റിമൂവ് ആവുന്നതിനനുസരിച്ച് നമുക്കിത് കൂട്ടി കൊടുക്കാം. അതിനുശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതൊരു ലാസ്റ്റ് ഫിനിഷ് എന്നുള്ളതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ആ PNG ലഭിക്കും. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആ PNG നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിന് നമ്മൾ ആവശ്യാനുസരണം വലുപ്പത്തിൽ വെച്ച് കൊടുക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ പരസ്യത്തിൻ്റെ ടൈറ്റിൽ, അതായത് പരസ്യത്തിൻ്റെ ടൈറ്റിൽ അവിടെ കൊടുക്കണം. അപ്പം ABC ട്യൂഷൻ സെൻറ്റർ വിജയം ഉറപ്പുള്ള പഠനം എന്നുള്ളതാണ് ഇതിൻ്റെ ടൈറ്റിലായി വരുന്ന പരസ്യത്തിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിവിടെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പ്ലസ് ഐക്കൺ ടെക്സ്റ്റിൻ്റെത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ABC ട്യൂഷൻ സെൻറ്റർ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതിന് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫോണ്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്. കാരണം നമ്മുടെ ട്യൂഷൻ സെൻറ്റർ എന്നുള്ള ABC ട്യൂഷൻ സെൻറ്റർ എന്നുള്ള ടൈറ്റിൽ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ വലുതായി കാണുകയും വേണം. കുറച്ച് ഒതുങ്ങിയിട്ടുള്ള വിഡ്ത്ത് കുറച്ച് കുറവായിട്ടുള്ള ഫോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മളൊന്ന് വലുതാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഈ ഒരു ബ്ലൂ കളറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്.
അതിനുശേഷം നമുക്ക് താഴെയുള്ള വിജയം ഉറപ്പുള്ള പഠനം എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാം. വിജയം ഉറപ്പുള്ള എന്നുള്ള ഈ ടെക്സ്റ്റ് ഞാനിവിടെ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ TA മുകിൽ എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. ഈ ഫോണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടൈറ്റിൽ ഫോൺസ് എന്നുള്ള പേരിലുള്ള ഫോൾഡറിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഫോൺസ് എന്നുള്ള ഫോൾഡറിൽ ടൈറ്റിൽ ഫോൺസ് എന്ന ഒരു ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഫോണ്ട് ലഭ്യമാവുന്നതാണ്. ഇതിൻ്റെ പേര് TA മുകിൽ എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് വലുതായിട്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ലൈനൊക്കെ കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഇവിടെ ഗ്രിഡ് ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ ലൈനൊക്കെ ഇങ്ങനെ കറക്റ്റ് മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്കതിനനുസരിച്ച് അതേ ലൈന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ലൈൻ തെറ്റാതെ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ഇതിനൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ബ്ലൂ ഗ്രീൻ ഗ്രേഡിയൻ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേഡിയൻറ്റിൽ പോയിട്ട് ഞാൻ ഈ ഒരു ഗ്രേഡിയൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിന് നമ്മൾ ഷാഡോ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബ്ലർ റേഡിയസ് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓഫ്സെറ്റ് X എന്നുള്ളത് 4 കൊടുക്കുക. അതുപോലെ തന്നെ Yയും 4 കൊടുക്കുക. അതിനുശേഷം ഒപ്പാസിറ്റി 10 കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, 10 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോപ്പി എടുക്കണം. നമ്മളിവിടെ പഠനം വിജയം ഉറപ്പുള്ള പഠനം എന്നുള്ളതാണ് നമ്മുടെ പരസ്യത്തിൻ്റെ പരസ്യം. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പഠനം എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇമേജിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ ഒരു ഷേപ്പ് കൊണ്ടുവരണം. അതിനായിട്ട് ഷേപ്സിൽ പോയിട്ട് ഒരു റെക്റ്റാങ്കിളോട് ഇവിടെ വരക്കുന്നുണ്ട്. സ്ക്വയർ ഇവിടെ വരക്കുന്നുണ്ട്. ഈ സ്ക്വയറിന് നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. അപ്പം വേറെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് തന്നെ ക്രോമിൽ നിന്നൊക്കെ നമുക്ക് ഷേപ്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു കർവായിട്ടുള്ളൊരു ഷേപ്പാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതിനായിട്ട് പിക്സൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്കെങ്ങനെ ഷേപ്പുകൾ നിർമ്മിക്കാം എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാവരും അങ്ങനെ കാണിച്ചണോ എന്ന് എനിക്ക് അറിയില്ല. ഞാനങ്ങനെ യൂട്യൂബിലൊന്നും പിക്സൽ ആപ്പ് ട്യൂട്ടോറിയലിലൊന്നും ഇങ്ങനത്തെ രീതി കണ്ടിട്ടില്ല. അപ്പോൾ ആരും കാണിക്കാത്തൊരു രീതിയാണെന്ന് തോന്നുന്നു. ഏതായാലും അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഷേപ്പ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഫില്ലാവുന്ന രൂപത്തിൽ. അതിനുശേഷം ഇവിടെ കാണാം ഈ ഡിസൈർ എന്നാണ് വായിക്കാൻ തോന്നുന്നു. ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുക. അതിന് കളർ വൈറ്റ് എന്ന് കൊടുക്കുക. വൈറ്റ് സ്ട്രോക്ക് കുറച്ച് കൂട്ടിയിട്ട് തന്നെ കൊടുക്കാം. കാരണം ഇത് ഞാനിവിടെ ഒരു 15 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിന് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറത്തേക്ക് ഇങ്ങനെ, അതുപോലെ തന്നെ ഈ ഭാഗവും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 ലെയറുകളും സെലക്ട് ആക്കിയിട്ട് ഇവിടെ മെർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഒറ്റൊരു ഇമേജായിട്ട് മെർജായി വന്നിട്ടുണ്ട്. ഈ ലെയർ മെർജായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് സെലക്ട് ആയതിനു ശേഷം എറേസ് കളർ എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 70 ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എറേസർ എടുത്തിട്ട് ഇതിനൊന്ന് സൂം ആക്കിയിട്ട്
നമ്മളിതിങ്ങനെ എറേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ താഴെയുള്ള ബ്ലാക്ക് ഷേപ്പിലോട്ട് എത്താതെ ഈ വൈറ്റിൻ്റെ അരികിലൂടെ ഇങ്ങനെ എറേസ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് എറേസായി പോയാൽ കുഴപ്പമില്ല, പക്ഷേ ബ്ലാക്കിലോട്ട് എത്തും ചെയ്യരുത്. വൈറ്റ് ഫുള്ളായിട്ട് എറേസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എറേസ് കളർ ഉപയോഗിച്ച് വൈറ്റിനെ എറേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റിൻ്റെ ഫുള്ളായിട്ട് താഴോട്ട് ബ്ലാക്കിലോട്ട് എത്താത്ത വിധത്തിൽ വൈറ്റിൻ്റെ മുകളിലൂടെ തന്നെ ഈ മേലെയുള്ള ബ്ലാക്ക് മുഴുവനായിട്ട് എറേസ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് മുഴുവനായിട്ട് തന്നെ എറേസ് ആവണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന കളറ് അവിടെ വരുന്നതാണ്. അതുകൊണ്ട് ബ്ലാക്ക് മുഴുവനായിട്ട് ശ്രദ്ധാപൂർവം എറേസ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് എറേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേലെ ടെക്സ്റ്റിന് കൊടുത്ത അതേ ഗ്രേഡിയൻ്റ് കളർ തന്നെ നമ്മളിതിനും കൊടുക്കുകയാണ്. ഓക്കെ, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രേഡിയൻ്റ് തിരിച്ചിട്ട് കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിതിനോട് സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. സ്ട്രോക്ക് എനേബിൾ ചെയ്തിട്ട് ഒരു 15 നമ്മൾ കൊടുക്കുന്നത്. അതിന് തന്നെ നമ്മളിവിടെ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മുകൾ ഭാഗം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള കണ്ടൻറ്റുകളൊന്ന് കൊടുക്കാം. അതായത് ഞാനിവിടെ എ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് പ്ലസ് ഐക്കൺ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ എഡിറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ടെക്സ്റ്റാണ് നമ്മുടെ കണ്ടൻറ്റ്. ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഫോണ്ട് അനഗി എന്നുള്ളൊരു ഫോണ്ടാണ്. ഓക്കെ, അനഗി എന്നൊരു ഫോണ്ടാണ് നമ്മൾ കൊടുത്തത്. അതിന് നമ്മൾ ഇനി ഒരു വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആ ടെക്സ്റ്റിനെ എടുത്ത് കാണിക്കണം. അതിനായിട്ട് ഇവിടെ വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം അതിന് നമ്മളൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ 4 പോയിൻറ്റുകൾക്കും നമ്മൾ ഇവിടെ പോയിൻ്റ് കൊടുക്കണം. അതിനായിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ നമ്മളിവിടെ ഓരോ ഡോട്ട് ഇങ്ങനെ ഓരോ ലൈനിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ 100 കൊടുക്കുന്നത്. നമുക്ക് 100 കൊടുക്കാം. ഇതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പേസ് കൊണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ സിമ്പിളായിട്ട് നീക്കാനാണ്. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ മോൺസ്റൈറ്റ് എന്നുള്ള ഒരു ഫോണ്ടിൻ്റെ ബോൾഡ് ഫോണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നോട്ട്സ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കളർ നമ്മൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇനി ഈ ഓരോ പോയിൻറ്റിൻ്റെ നേരെയായിട്ട് കൊടുക്കണം. അതിനായിട്ട് ഈ ലൈൻ സ്പേസിങ് കറക്റ്റാക്കി കൊടുക്കണം. ഓക്കെ, ഈ ലൈൻ സ്പേസിങ് കറക്റ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനൊന്ന് ബോക്സ് ആക്കുകയാണ്. ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്.
ഇവിടെ ഒപ്പാസിറ്റി കുറക്കുക, എന്നിട്ട് സ്ട്രോക്ക് വിഡ്ത്ത് 1 കൂട്ടുക. അതിനുശേഷം സ്ട്രോക്ക് കളർ വൈറ്റ് കൊടുക്കുക. ഇതിൻ്റെ റേഡിയസ് കുറച്ച് ഒരു 8 കൊടുക്കാം. എന്നിട്ട് ഇതിനെ സെൻട്രലായിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു സെൻട്രലായി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിനെ ഇങ്ങനെ സെൻട്രലാക്കിയിട്ട് വെച്ചാൽ മതി. നമ്മൾ ആ ടെക്സ്റ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് നമ്മളിവിടെ കണ്ടൻറ്റ് ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ബോക്സ് കുറച്ച് വലുപ്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ നീട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും സെൻട്രലാക്കി തന്നെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി താഴെ നമുക്ക് പ്ലേസും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേസ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പ്ലേസിൻ്റെ ഫോണ്ട് മോൺസറായിട്ടാണ് കൊടുക്കുന്നത്. മോൺസറാറ്റ് ഫോണ്ടാണ് കൊടുക്കുന്നത്. അത് ബോൾഡ് ഫോണ്ട് തന്നെ കൊടുത്തു. അതിൻ്റെ കളർ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറക്കാം. ഞാനിവിടെ 50 സൈസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ടെക്സ്റ്റിൻ്റെ ഫോണ്ടും അതേ ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. മോൺസറാറ്റ് അതിന് റെഗുലർ ഇതാണ് കൊടുക്കുന്നത്. അത് റെഗുലറായിട്ട് കൊടുത്തിട്ട് സൈസ് 35 കൊടുക്കുന്നത്. അതിൻ്റെ കളർ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേസ് കൊടുത്തു. ഇനി നമുക്ക് ഫോൺ നമ്പർ കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ഫോൺ നമ്പർ താൽക്കാലികമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതേ ഫോണ്ട് തന്നെയാണ്, മോൺസറാറ്റ് ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. മോൺസറാറ്റിൻ്റെ സെമി ബോൾഡ് എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ 91 എന്നുള്ളിടത്ത് അതിന് നമ്മൾ റെഗുലർ ഫോണ്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം അതിൻ്റെ കളർ വൈറ്റ് തന്നെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ലൈനൊന്ന് കറക്റ്റാണോ എന്ന് നോക്കണം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും ലൈന് കറക്റ്റാക്കി കൊടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ കോണ്ടാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈസ് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. മുപ്പത്തഞ്ച് കൊടുക്കാം. കാരണം നമ്മുടെ മറ്റേ പ്ലേസിൻ്റെ മുകളിലുള്ള ടെക്സ്റ്റിൻ്റെയും സൈസ് 35. അപ്പോൾ അതേ സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കതേ ഫോണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മോൺസറാറ്റ്. നമ്മൾ ഫോണ്ട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഫോണ്ട് ഉപയോഗിക്കാതെ ഒരേ ഫോണ്ട് തന്നെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻ്റ് എടുത്തിട്ട് അതേ ഫോണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പം അതിൻ്റെ ഫോണ്ട് മോൺസറാറ്റ് തന്നെ കൊടുത്തു. കളറ് നമ്മൾ ഈ നേരത്തെ മേലെ മുകളിൽ കൊടുത്ത അതേ കളർ ബ്ലൂ തന്നെ കൊടുത്തു. അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വൈറ്റ് കളർ കൊടുത്തു.
നമ്മൾ ഫോണിൻ്റെ കളർ ഉപയോഗിക്കുമ്പോഴും നമ്മളെ പോസ്റ്ററിൻ്റെ കളറിലും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഒരു പോസ്റ്ററിൽ 3-4 കളറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ കളറുകൾ ഉപയോഗിക്കുന്നത് പല വ്യത്യസ്ത കളറുകൾ, അതായത് മഴവില്ല് പോലെ കളറുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് പോസ്റ്ററിൻ്റെ ഭംഗിയെ ബാധിക്കും. അപ്പം കുറഞ്ഞ കളറുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പം 3 കളറുകളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാഡിംഗ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ചുറ്റും വരുന്ന രൂപത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് കുറച്ച് ഒരു 5 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ നേരെ തന്നെ സെൻട്രലായിട്ട് ആ ഫോൺ നമ്പറിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ സൈസ്, ഈ നമ്പറിൻ്റെ സൈസ് കുറച്ച് കൂട്ടണം. നമുക്കതൊരു 45 കൊടുക്കാം. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിവിടെ അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. നമുക്കതും കൂടി ഒന്ന് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് എടുത്ത് കാണിക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളറ് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഈ യെല്ലോ കളർ തന്നെയാണ്. അതിന് നമ്മൾ സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. സ്ട്രോക്ക് എടുത്ത് നമുക്കൊരു 25 കൊടുക്കാം. അതിന് യൂസ് ചെയ്യുന്ന കളർ ഈ റെഡ് കളറാണ്. ഇത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ടെക്സ്റ്റിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ആ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടൈറ്റിലിന് ഉപയോഗിച്ച അതേ ഫോണ്ട് തന്നെയാണ്, ടി എ മുകിൽ എന്ന ഫോണ്ടാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത്. അത് നമ്മളിങ്ങനെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ലൈൻ സ്പേസിങ് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് അലൈൻമെൻറ്റ് സെൻട്രലായിട്ട് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടിൻ്റെ കളറ് നമ്മൾ നേരത്തെ സ്ട്രോക്ക് കൊടുത്ത അതേ കളർ തന്നെ ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ പോസ്റ്റർ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ഇപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമ്മൾ ഇതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിനൊക്കെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിക്സൽ ലാബിൽ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.